ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. മത്തങ്ങ പുളിങ്കറി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ട്രൈ ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് മത്തങ്ങ പുളിങ്കറി തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു മത്തങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. കപ്പളവിൽ പറയുന്നതാണെങ്കിൽ 3 കപ്പൊക്കെ ഉണ്ടാവും. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തോളൂ. നമുക്കിനി മത്തങ്ങ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മത്തങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. കുക്കറിൽ തന്നെ വേവിച്ചെടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മത്തങ്ങ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അടിഞ്ഞു പോവാതെ കുഴഞ്ഞു പോവാതെ വേവിച്ചെടുക്കണം. നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റിവെക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 10-12 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിക്ക് പകരം വേണമെങ്കിൽ സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ചുവന്നുള്ളി ചേർക്കുന്ന ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി നന്നായിട്ട് കളർ മാറി വരുമൊന്നും വേണ്ട. ഈ ഒരു പാകത്തിലായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഇത്രത്തോളം വേണ്ട. എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ. പിന്നെ കായം 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെ സ്മെല്ല് പച്ച ചുവ നന്നായിട്ട് മാറിക്കിട്ടണം. എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ പുളിവെള്ളത്തോടു കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ടേസ്റ്റ് നോക്കിയപ്പോൾ കറിയിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പുളിങ്കറിയിലേക്ക് ഉപ്പും എരിവും പുളിയൊക്കെ കൂടാതെ ചെറിയൊരു മധുരത്തിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള വളരെ ചെറിയൊരു കഷ്ണം വെള്ളം ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാകത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നതാണെങ്കിൽ കറി വല്ലാണ്ട് അങ്ങ് കുറുകി വരും. അപ്പോൾ അത്യാവശ്യം ലൂസായിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചുകൊണ്ട് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. കറിയിൽ ഓയിലൊക്കെ ഒന്ന് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മത്തങ്ങയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങ അരച്ചതൊന്നും ചേർക്കാതെയുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ മറ്റുള്ള റെസിപ്പീസൊക്കെ കാണാൻ വേണ്ടിയിട്ടും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.